ഹലോ അങ്ങനെ നമ്മുടെ ബ്രാൻഡിൻ്റെ ഒരു ഓണക്കച്ചവടമാണ് കേട്ടോ. ഓണക്കച്ചവടം പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ പാക്കിംഗ് ഒക്കെ പറഞ്ഞാൽ ഇട്ടാൽ പോലും പൊട്ടത്തില്ല, അത്തരത്തിൽ പാക്ക് ചെയ്യും. ചില സമയം എടുപ്പൊടിയോ കേട്ടോ. സോ അതിൻ്റെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോഴാണ് വീട്ടിൽ അതിഥികൾ വന്നത്. ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുകയല്ലേ ഇവിടെ ചെയ്യുന്നത്, അപമാനിക്കുകയല്ല, സ്ത്രീയെ അടിച്ചമർത്തുന്ന ഒരാളെയാണ് നമ്മളിവിടെ കണ്ടത് കേട്ടോ. വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മയിലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ആ മയിലിനെ കണ്ടപ്പോൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി തുടങ്ങി. എന്തോ എനിക്ക് വേലുണ്ട് വിനയില്ലേ അങ്ങനെ മുരുകനെ ഓർമ്മ വന്നു. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചിട്ട് അമ്പലത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. എൻ്റെ വീട്ടിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു നല്ല അടിപൊളി സാമ്പ്രാണിയാണ് കേട്ടോ. ടാഗ് ചെയ്ത് കൊടുത്തേക്ക് നല്ല, ഞാൻ ഓൾറെഡി ഏതൊരു വീഡിയോയിൽ കാണിച്ചു, കുറേ പേര് ചോദിച്ചതായിരുന്നു. ചട്ടി സാമ്പ്രാണിയാണ് കേട്ടോ. ഭയങ്കര സ്മെല്ലും നല്ല രസമല്ല, എനിക്ക് ഇങ്ങനത്തേൻ്റെയൊക്കെ ഫ്രേഗ്രൻസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച ശേഷം നേരെ ഞാൻ അമ്പലങ്ങളിലോട്ട് പോയി. അവിടുന്ന് ഫസ്റ്റ് തൈര് സാദമായിരുന്നു കേട്ടോ കിട്ടിയത്. ഒരമ്പലത്തിൽ പോയപ്പോൾ പ്രദോഷമായിരുന്നു, ശിവൻ്റെ പ്രദോഷമായിരുന്നു. അങ്ങനെ തൈര് സാദം കഴിച്ചിട്ട് നേരെ പിന്നെ കൽപ്പാത്തിക്ക് പോയി. കൽപ്പാത്തിക്ക് പോകാൻ കാരണം എനിക്ക് അവിടെ നിന്നൊരു സാധനം വാങ്ങിക്കണമായിരുന്നു. നല്ല തിരക്കാണ് കേട്ടോ സൺഡേ കൽപ്പാത്തിയിൽ. ഫസ്റ്റ് ടൈം ആ സൺഡേ ഞാൻ കൽപ്പാത്തിയിലോട്ട് വരുന്നത്. അങ്ങനെ അവിടുന്ന് വെൺപൊങ്കൽ കിട്ടി. അങ്ങനെ ഡിന്നർ സെറ്റാക്കിയെന്ന് നമ്മൾ വിചാരിച്ചില്ല കേട്ടോ. അങ്ങനെ ഫുഡല്ല പ്രസാദമൊക്കെ കഴിച്ചു, അമ്പലമൊക്കെ തൊഴുതു, പുഴയൊക്കെ കണ്ടു. ശേഷം നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്നു. അപ്പോഴാണ് നമ്മുടെ രുക്കുവിൻ്റെ അമ്മ വീണ്ടും പ്രസവിച്ചട്ടോ. രുക്കുവിൻ്റെ അനുജത്തി ആട്ടോ ഇവിടെ കാണുന്നത്. അങ്ങനെ അവളെയൊക്കെ കണ്ടിട്ട് നമ്മൾ വീട്ടിലോട്ട് വന്നു.